ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ പുതിയ വീഡിയോ. നമ്മളൊരു നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലൊക്കെ പോവാണ്. ബാംഗ്ലൂരിൽ തന്നെ നല്ല അടിപൊളി മാസ്റ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. പിന്നെ ട്രാഫിക്കും സിഗ്നലെല്ലാം ഉള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായി ഞങ്ങളിവിടെ എത്താൻ. പിന്നെ ചോദിക്കേണ്ട ഗൈസ്, ഞാനിവിടെ ബാക്കിൽ ബുദ്ധിനെ പോലെ ഇരുന്നതിന് നല്ല അടിപൊളി പള്ളിയൊക്കെ ഉണ്ട് ഗൈസ്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ പലതരം ബിൽഡിങ്ങുകളും മെട്രോ ഒക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇടയ്ക്കെന്നെങ്കിലും ചോദിക്കേണ്ട, ഞാനിത് അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്, ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് പലതരം ബിൽഡിങ്ങൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങാനൊന്ന് പൂതിയായത്. അങ്ങനെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു ഗേസ്. ഇതാണ് അപ്പോൾ എൻ്റെ 2 മുത്തുമണികൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇതാ ഇരുട്ടായി ഗേസ്. ഇതാ ഞങ്ങൾ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഗേസ്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. വളരെ അടിപൊളിയാണ്, ഒരു രക്ഷയുമില്ല. കാരണം വിമാനം ഞാൻ ഇതുവരെയായിട്ട് അടുത്തുനിന്ന് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓവർ എക്സൈറ്റഡ് ആയി. നല്ല അടിപൊളിയാണ്, മാഷാ അല്ലാഹ്. പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടം തോന്നി, ആഹാനും നല്ല ഇഷ്ടം തോന്നി. പിന്നെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും നമ്മൾ ദുബായിലേക്ക് പോവാണ്. പിന്നെ എന്തിലാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ജെട്ടിൽ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കേരളത്തിലുള്ള ഒരാളാണ് ഇത് ചെയ്തിരുന്ന ഞാൻ കേട്ടത്. നമ്മളിപ്പോൾ പോകുന്ന ജെട്ടിലാണ്, എയർപ്ലെയിനിൽ നമ്മൾ മേലെ പോണ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മൾ വന്നത്, ഇങ്ങോട്ടേക്കാണ് ഗൈസ്. അപ്പോൾ കുറേ ദൂരമുണ്ട് ഞങ്ങളവിടുന്ന് വരാൻ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോയി കാണാം. അതിൻ്റെ സന്തോഷം കണ്ട ഗൈസ്. അപ്പോൾ നമ്മളിതാ ടൈഗർ എയർ റെസ്റ്റോറൻറ്റ്, ഇതാണ് നിയമ വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് പോവാം. ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടി, ഇവിടെ ഈ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് ചാർജൊന്നും എടുക്കില്ല. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഈ സൈഡ് ഒരു കൗണ്ടറുണ്ട്, അവിടെ 100 റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 300 റുപ്പീസ് പേ ചെയ്തിട്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോയത്. പിന്നെ ഫുഡിൻ്റെത് വേറെ. അങ്ങനെ എൻ്റെ ലഡുവിൻ്റെ കൂടെ ഒരു ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു ഗൈസ്. എൻ്റെ ബേബീൻ്റെ കൂടെ ഒക്കെ ഒരു ചെറുതായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം ഗൈസ്. ശരി, ഇത് ടിക്കറ്റ് പോലും ഉണ്ട് അതിൻ്റെ അകത്തേക്ക്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള വീഡിയോ എടുക്കാം. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ശരിക്കും ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുന്ന ആ ഫീലിങ്ങും പിന്നെ ആ ടേബിൾസും അവിടെ സ്റ്റാഫ് പോലും അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഹാജി മസ്താൻ ഉപ്പാപ്പയാണ് ഇവനിക്ക് എവിടെ പോയാലും സ്പൂണ് കിട്ടിയാൽ മതി ഗൈസ്. അവിടെ മുണ്ടാണ്ട് ഇരുന്നോളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. സ്പൂൺ എടുത്തിട്ട് മതിയായിട്ടില്ല, എണ്ണി തുടങ്ങി എത്ര എടുക്കണം എന്നൊക്കെ. പിന്നെ അഹാനൊന്നുമല്ല, ഇപ്പോൾ അഹാൻ ദുബായിത്തെ ഷെയ്ക്കായി ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അനങ്ങാണ്ടിരിക്കുകയാണ്, അനങ്ങിയ വീണോന്നുള്ള പേടിയിലാണ് കുട്ടി അനങ്ങാണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഗൈസ്. നൂഡിൽസും പിന്നെ സൂപ്പും ഒക്കെ ലൈറ്റായിട്ട് കബാബൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡ് അടിക്കാൻ തുടങ്ങി ഗൈസ്. ഞങ്ങൾ ഫുഡ് അടിക്കുന്ന സമയത്ത് ഐബുവിന് സ്പൂണാണ് കയ്യിൽ കൊടുത്തത്. ഐബു കുറേ നോക്കി, എനിക്കിപ്പോൾ കിട്ടുമോ എന്നൊക്കെ നോക്കി കുറേ ഇരുന്നു കേസ്. പക്ഷെ ഞാൻ കൊടുക്കില്ല കേസ്. അവിടെ ഞാൻ കൊടുത്തില്ല. കുട്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ലാസ്റ്റ് ആഹാന് ഫ്ലൈറ്റ് ഓട്ടി കേസ്. ഫ്രണ്ടിലിരുന്ന് ഫ്ലൈറ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. ശരിക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് ഫ്ലൈറ്റ് ഓടിക്കാനൊക്കെ പാടിച്ചിട്ടുണ്ട് ഗൈസ്. ലോറി ഓടിക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ ഫ്ലൈറ്റ് ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്ന കേസ്. ഇപ്പോൾ കുറച്ച് കുട്ടികൾ പ്ലേയിങ് ഗെയിംസൊക്കെ ഉണ്ട്, ഇവിടെ കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ. ഐബു വിചാരിക്കുന്നുണ്ട് ഉമ്മ അപ്പുറത്തെ ഒരു കുരങ്ങ്, ഇതേതൊരു കുരങ്ങ്. അപ്പോൾ അത് കുരങ്ങല്ല കേസ്, അത് അഹാനാണ് കേസ്. അഹാൻ അങ്ങനെ തന്നെ എവിടെ പോയാലും തിരിയുന്ന സാധനം കണ്ടാൽ കയറിയിട്ട് ഇരുന്ന് തിരിയും. ലാസ്റ്റ് തലചുറ്റി ഒറ്റ പോയിരിക്കും. അങ്ങനെ ഡാഡിയും കുട്ടികളും ഗെയിംസൊക്കെ കളിച്ചു കഴിഞ്ഞു. അത് അപ്പുറം കാണുന്ന ഒരാളെ ഫോട്ടോ കണ്ട, അയാളാണ് ഈ ഹോട്ടലിൻ്റെ മെയിൻ ആളാണ് കേട്ടോ. നീ കുട്ടി തിരുമ്പി തുണി ആയാലും ആറിട്ട പോലെ ഇരുന്ന് ആടുന്നുണ്ട്. ഇവനിക്ക് പിന്നെ ഇരുന്നിട്ട് മതിയാകുന്നില്ല. ഇതാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ ഫുഡ് കൊടുക്കാൻ പോകുന്ന പ്ലേസ്. അതിൻ്റെ കൂടെയാണ് ഫുഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കസ്റ്റമർ വരുന്ന ടൈപ്പ് അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു ഗുഹയെല്ലാം കണ്ട് ഗീസ്. ആ ഗുഹേൻ്റെ ഉള്ളിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് പറ്റുന്ന രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് വിട്ടു ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.